നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സർ, എവിടെയാണോ കക്ഷി? അപ്പുറത്തുണ്ട്. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. വിശദമായിട്ടൊന്ന് സംസാരിക്കണം. മജിസ്ട്രേറ്റിന് മുന്നിൽ കൊണ്ട് മൊഴിയെടുത്തില്ലേ? എടുത്തിട്ടുണ്ട് സർ. അതിന് പകർപ്പ് കിട്ടിയോ? കിട്ടി സർ. താനത് എടുത്ത് എന്റെ ക്യാബിനിലേക്ക് വാ. ഓക്കെ സർ. നിങ്ങളൊന്ന് അകത്തേക്ക് വരൂ. ഇരിക്കൂ. പറയൂ, എന്താ സംഭവിച്ചത്? നീരജ ബാംഗ്ലൂരിലാണ് പഠിച്ചത്. അവിടെ വച്ച ഈ പറഞ്ഞ വിവേകുമായിട്ട് അവള് പരിചയപ്പെടുന്നത്. അന്നേ അവനൊരു ഡ്രഗ് റാക്കറ്റിന്റെ ആളായിരുന്നു. എന്റെ മകളെയും കൊണ്ടുപോയി അവനതിൽ പെടുത്തി. ഒത്തിരി കഷ്ടപ്പെട്ട അതിൽ നിന്നും അവളെ രക്ഷിച്ചെടുത്തതും. പക്ഷെ അവന്റെ ഇന്റൻഷൻ അതിലും മേലെയായിരുന്നു. എന്നുവെച്ചാ അവൻ എന്റെ മകളെ കടത്തിക്കൊണ്ടു പോകാനായിരുന്നു പ്ലാൻ ഇട്ടത്. അത് വളരെ വൈകിയാണ് സാർ ഞങ്ങൾ അറിഞ്ഞത്. അതിനുവേണ്ടിയാ അവൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയത്. ഓക്കെ, ബാക്കി കഥകളൊക്കെ ഞാൻ അറിഞ്ഞു. സർ, മൊഴിയുടെ പകർപ്പും ഇവരുടെ ഡീറ്റെയിൽസും ഇതിലുണ്ട്. ഇവരുടെ വീട്ടിൽ വിളിച്ച് വിവരം അറിയിക്കണം. സർ, ജാമ്യത്തിലുള്ള ആളുമായി വരാൻ പറ. ശരി സർ. പിന്നെ സർ, നിങ്ങൾ 2 പോലീസുകാരും കൂട്ടി ആ സ്പോട്ടിലേക്ക് പോകണം. ഓക്കെ സർ. ഫോറൻസിക്കിന് വിവരം അറിയിക്കും. ശരി സർ. പിന്നെ ഇവരുടെ പേരിൽ ഇവിടെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. എന്ത് പരാതി? അത് ഇവരുടെ മകളെ കാണാനില്ല എന്ന് പറഞ്ഞ് അഡ്വക്കേറ്റ് സ്വാമിനാഥനൊരു പരാതി തന്നിട്ടുണ്ട്. ഇവര് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതാണോ പരാതി? അല്ല സർ, ഒരു കോമൺ മിസ്സിംഗ് കംപ്ലൈന്റ് ആണ്. അപ്പൊ അതെങ്ങനെയാണോ ഇവർക്കെതിരെയാവുന്നത്? അത് പിന്നെ സർ, കാണാതായത് ഇവരുടെ മകളാണല്ലോ, അതുകൊണ്ട്. ഞാൻ ലീവിലായിരുന്ന സമയത്ത് താൻ ഇവിടെ കാണിച്ചു കൂട്ടിയ തരികിടയൊക്കെ ഞാൻ അറിയുന്നുണ്ട്. താൻ ശരിക്ക് ശമ്പളം മേടിക്കുന്നത് എവിടെ നിന്നാണെന്ന് എന്റെ കണ്ണിപ്പെടാതെ സൂക്ഷിച്ചോ. കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട, താൻ ചെല്ല്. സർ. കം ടു ദ പോയിന്റ്. നിങ്ങൾ കുത്തി മുറിവേൽപ്പിച്ച ശേഷം അയാൾ ഓടിപ്പോയിന്നാണോ പറയുന്നത്? ഗേറ്റിന് പുറത്തിറങ്ങി ഏത് ദിശയിലേക്കാണ് അയാൾ ഓടിയത് നിങ്ങൾ കണ്ടോ? ഇല്ല സർ, പേടിച്ചിട്ട് ഞാൻ മോളുമായിട്ട് വീടിനുള്ളിലേക്ക് ഓടുമായിരുന്നു. സർ, സിറ്റിയിലുള്ള എല്ലാ ഹോസ്പിറ്റലിലേക്കും ഇൻഫർമേഷൻ പാസ് ചെയ്യണം. ശരി സർ. ആരെങ്കിലും വയറ്റിൽ ആഴത്തിലുള്ള മുറിവുമായി അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അറിയിക്കാൻ പറയണം. ഉദ്ദേശം എത്ര മണിക്കാണ് നിങ്ങൾ ഈ പറയുന്ന ഇൻസിഡന്റ് ഉണ്ടായത്? ഒരു 1 മണിയായി കാണും സർ. ആഫ്റ്റർ 1 o'clock. ഓക്കെ സർ. ശരി ശരി ശരി, നിങ്ങൾ പുറത്തേക്ക് ഇരിക്കും. ചായ കിട്ടിയില്ലല്ലോ. നന്ദിത ഇവിടെ ഇല്ലയാവോ? നന്ദിതേ, മോളെ നന്ദിതേ. നന്ദിതേ, നന്ദിതേ. നീരജ്, നീ ഇത് ഏത് ലോകത്താ നിൽക്കുന്നത്? പാല് തിളച്ച് തൂവി അടുപ്പ് കെടാൻ പോവുമായിരുന്നു. ഇപ്പൊ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഇവിടെ മുഴുവൻ ഗ്യാസ് കൊണ്ട് നിറഞ്ഞേനെ. രാവിലെ തന്നെ നീ എന്താ കുന്ത വിഴുങ്ങിയതുപോലെ നിൽക്കുന്നേ? അവൻ ഓടിക്കളഞ്ഞതാ. ആര്? അല്ലാതെ അവൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോവാൻ. ആരെപ്പറ്റി നീ പറയുന്നേ? അലോകോ? അവൻ അവിടെ കിടന്ന് ഉറങ്ങുകയല്ലേ? അവനൊന്നും പറ്റിയിട്ടില്ല. അവൻ
നടിച്ചു കിടക്കുന്നതാ. ഉറക്കം നടിച്ച് കിടക്കുകയാണെങ്കിൽ അവനെങ്ങനെ കിടക്കട്ടെ, അവന് തോന്നുമ്പോ എഴുന്നേറ്റ് വന്നോളും. അതോർത്ത് നീ എന്തിനാ ഇങ്ങനെ വേവലാതിപ്പെടുന്നേ? അവനെ അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. നീ അങ്ങോട്ട് മാറിക്കേ, ചായ ഞാൻ ഇട്ടോളാം. അലോകിന്റെ കാര്യം ഓർത്ത് നിനക്ക് ഇത്രയ്ക്ക് വേവലാതി ഒന്നും വേണ്ട. അതിനൊക്കെ പരിഹാരം ഡോക്ടർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവനിങ്ങനെ ശാഠ്യവും വാശിയും കാണിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? അവനെ ശ്രദ്ധിക്കാനും അവന് കളിക്കാനും ചിരിക്കാനും വർത്തമാനം പറയാനും ആരും ഇല്ല. അതിന്റെ കോംപ്ലക്സ് അവന്. ഡോക്ടർ സജസ്റ്റ് ചെയ്തതുപോലെ ഇടയ്ക്കൊക്കെ നിളയോടൊപ്പം വിട്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. വേണമെന്ന് വെച്ചാ നിനക്കും അവനോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാവുന്നതാണ്. എന്തോ അനിയനല്ലേ. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടാതെ എന്തെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെട്. സന്തോഷവും സമാധാനവും ഉണ്ടാവാൻ അതൊരു നല്ല മാർഗമാണ്. സമയമുള്ളപ്പോഴൊക്കെ അമ്മയെ ജോലി സഹായിക്കണം. അങ്ങനെ ചെയ്യുമ്പോ അമ്മയ്ക്ക് സന്തോഷമാവും, നിനക്കൊരു റിലീഫും ആവും. എന്നാ ഇതിലൊരു കപ്പ് നിനക്ക്, മറ്റേ കപ്പ് അലവനുള്ളതാ. കൊണ്ടുപോയി കൊടുക്കും, അവന് പെണീറ്റ് കാണും. ചേച്ചി എന്താ ഇവിടെ? ഞാനിവിടെയാണല്ലോ കിടന്നത്. അമ്മ എവിടെ? നിനക്ക് ചായ വേണ്ടേ? വേണം. അമ്മ എവിടെ പോയത്? നീരജേ, നന്ദിത എവിടാ പോയത്? ഇവിടെ കാണുന്നില്ലല്ലോ. പുറത്തേക്കാണ് പോകുന്നതെങ്കിൽ അവള് പറയാതെ പോവില്ലല്ലോ. ഞാൻ രാവിലെ അമ്മയെ കണ്ടതാ. എന്നിട്ട് ഇപ്പൊ കാണുന്നില്ല. ഇപ്പൊ കാണുന്നില്ലേ? അവൾ ഈ സമയത്ത് എങ്ങോട്ട് പോവാനാ? എനിക്ക് അറിഞ്ഞൂടാ. നീ എന്തോ ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. എന്താ സംഗതി? ഒന്നുമില്ല. ഒന്നുമില്ലേ? ഫോൺ റിങ് ചെയ്യുന്നല്ലോ. ഇത് നിന്റേതാണല്ലോ. അതവിടെ കിടന്ന് അടിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ എങ്ങനാ? കാര്യം എന്താന്ന് അറിയണ്ടേ? എടുക്കരുത്. ഫോൺ എടുത്ത് അറ്റൻഡ് ചെയ്യേ. വേണ്ട, പരിചയമില്ലാത്ത നമ്പറാ. അതെടുക്കാൻ പാടില്ല. അതെന്താ എടുത്താലേ? എന്താ പ്രശ്നം? ഇങ്ങതാ, ഞാൻ അറ്റൻഡ് ചെയ്യാം. വേണ്ട, പുറത്തുള്ള ആരോടും ഇവിടെയുള്ള ആരും സംസാരിക്കാൻ പാടില്ല. എന്താ കുട്ടി നീ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടെയുള്ള ആരും പുറത്തേക്ക് പോവാനും പാടില്ല. പിന്നെയും തുടങ്ങിയോ നിനക്കാ പഴയ ഭ്രാന്ത്? ഹലോ, പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നത്. സ്റ്റേഷനിൽ നിന്നോ? അതെ. എന്താ സാർ കാര്യം? നിങ്ങളുടെ മകൾ നന്ദിത ഇപ്പോ പോലീസ് സ്റ്റേഷനിലുണ്ട്. എന്തിന്? അതൊക്കെ സ്റ്റേഷനിൽ വന്നിട്ട് പറയാം. നിങ്ങളിവിടെ എത്രയും പെട്ടെന്ന് എത്തണം. ശരി. സ്റ്റേഷനിൽ നിന്നാ വിളിച്ചത്. നന്ദിത അവിടെ ഉണ്ടെന്ന്. ഈശ്വര, എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നത്?